ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിത്രയെ വിളിക്കാനായിട്ട് അനന്തനും നന്ദിതയും കൂടെ ദേവമംഗലത്ത് വന്നതും അപ്പോൾ മിത്രയും കൊണ്ട് തിരിച്ച് പോകത്തുള്ളൂ എന്നുള്ള വാശിയിലാണ് അവർ വരുന്നതല്ലേ. ആ സമയത്ത് അച്യുതനും ഇളക്കി വിട്ടു കൊടുക്കുന്നുണ്ട്. നമ്മുടെ അലോക് ഇവിടുന്ന് ജയിലിലാണ്, കാരണം ഈ അനുമോള് കാരണം. അതുകൊണ്ട് തന്നെ അലോകിനെ ജയിലിലാക്കിയിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയ മിത്രയെ തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നുള്ള വാശിയിൽ അവിടെ നിന്ന് മിത്രേനെ വിളിക്കാട്ടോ. ഇതിനിടയ്ക്ക് മിത്രയെ ആരും തമ്മിൽ പിണങ്ങുകയും ചെയ്തല്ലോ. മിത്ര അച്ഛനോടും അമ്മയോടും ഭയങ്കര സന്തോഷത്തോടുകൂടി അവരകത്തേക്ക് കയറിയിരിക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരതിനൊന്നും വഴങ്ങുന്നില്ല. നീ ഞങ്ങളോടൊപ്പം തിരിച്ച് വരണം, ആര്യനോടൊപ്പമുള്ള നിൻ്റെ ജീവിതം അത്ര സുരക്ഷിതമല്ലാന്ന് നമുക്ക് തോന്നി, അതുകൊണ്ടാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഗോമതി പറയുന്നുണ്ട് ഏട്ടനോടും ഏട്ടത്തിയോടും ഒക്കെ അങ്ങനെയല്ല, അവർ തമ്മിൽ സ്നേഹത്തിലാണ്, അവരെ പിരിക്കാനൊന്നും നോക്കണ്ടെന്ന്. പക്ഷേ ബാലൻ പറയുന്നുണ്ട് ഇതൊക്കെ തീരുമാനിക്കേണ്ടത് മിത്രയാണ്, മിത്ര ആണ് പറയേണ്ടത്, പോകണോ അതോ വേണ്ടതെന്ന്. മിത്രയ്ക്ക് ഇവിടെ സുരക്ഷിതമാണെന്ന് എനിക്കും തോന്നുന്നില്ല. അവിടെ ഭർത്താവായ ആര്യന് സ്ഥിരമായിട്ടൊരു ജോലി പോലും ഇല്ല. അവിടെ സ്വന്തം വീട്ടിലാണെങ്കിൽ ഒന്നുമില്ലെങ്കിലും അവിടെ ആശ്വാസത്തിന് അവളുടെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ എന്ന് ബാലൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആര്യനാകെ വല്ലാതൊരു വിഷമത്തിലായിപ്പോയി, വഴക്കം കൂടിപ്പോയി. മിത്ര തിരിച്ച് പോവോ എന്നൊരു സംശയമുണ്ട്. ആ സമയത്ത് മിത്ര അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് ഒരു നിമിഷം ഇവിടെ നിൽക്കും, ഞാനിപ്പോൾ വരാമെന്ന്. അകത്തേക്ക് പോയി പെട്ടിയൊക്കെ പാക്ക് ചെയ്യുക കേട്ടോ. അത് കാണുമ്പോൾ ആര്യന് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട്. എന്നിട്ട് മിത്ര ആര്യനോട് പറയുകയാണ്, ആര്യ ഞാൻ എന്തായാലും പോവുകയാണ്, എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ മനസ്സറിഞ്ഞ് എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തിരിച്ച് പോവുകയാണ്. ഞാൻ കാരണം നീ വിഷമിക്കണ്ട, നിനക്ക് നല്ലൊരു ഫാമിലി കിട്ടും, പിന്നെ നല്ലൊരു ജോലിയും കിട്ടും, നന്നായിട്ട് ജീവിച്ചോളണം. ഞാനും എൻ്റെ ആഗ്രഹം സാധിച്ചെടുത്തോളാം, പോലീസ് ഓഫീസർ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ആയിക്കോളാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ പോവാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോകട്ടോ. പുറത്ത് വരുമ്പം ആര്യനാകെ വിഷമിച്ച് പോയി. ശരിക്കും കൃഷ്ണമംഗലത്തേക്ക് പോവുകയാണെന്ന് തന്നെയാണ് ആര്യം വിചാരിച്ചത്. മിത്ര വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല, കാരണം ഇവിടെയുള്ളവർ എന്നെ അത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് കാണുന്നതും എന്നെ പരിചരിക്കുന്നതും എല്ലാം. എൻ്റെ ചേച്ചി മീനാക്ഷി ആണെങ്കിലും അനിയത്തി അനുമോളാണെങ്കിലും അതുപോലെ എന്നെ ജീവനതുല്യം സ്നേഹിക്കാനുള്ള അപ്പച്ചിയും അങ്കിളും ഒക്കെ. അതിലപ്പുറമായിട്ട് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുന്ന, എൻ്റെ വിഷമങ്ങൾക്കെല്ലാം കൂടുന്ന എൻ്റെ ഭർത്താവ് ആര്യൻ, ഇവരെല്ലാവരും എനിക്ക് വേണ്ടി നിന്ന് അവരെയൊന്നും വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല. പക്ഷേ വല്ലപ്പോഴും അച്ഛനും അമ്മയും എന്നെ സ്നേഹിക്കണം, ഇവിടെ വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം, സുഖമാണോ എന്നൊന്ന് തിരക്കണം, ഇത്രയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ മിത്ര. അങ്ങനെ അച്യുതന് ദേഷ്യമാവണുണ്ട്, മോളെ നിൻ്റെ താലിയൊക്കെ വലിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഡിവോഴ്സിന് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഗോമതിക്കും ദേഷ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ മനഃപൂർവ്വം അവരുടെ ബന്ധത്തിനെ പിരിക്കാൻ നോക്കുന്നത്? ആലോകിൻ്റെ ജീവിതം അങ്ങനെ ആയിന്നും പറഞ്ഞ് അത് അവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ, അതുപോലെ അല്ലല്ലോ മിത്രയുടെ ജീവിതം. മിത്രയും അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും മിത്ര തിരിച്ചു ചെല്ലാൻ വഴിയില്ലയെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും നാണം കെട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ തന്നെ നന്ദിതയോടും അനന്തനോടും അവസാനമായിട്ട് ഗോമതി പറയുകയും ചെയ്യണുണ്ടല്ലോ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അവൾ ഇവിടെ സേഫാണ്, നമ്മുടെ മോളെ പോലെയാണ് അവൾ നോക്കുന്നത്, ഇനി അവൾക്ക് അവിടെ താല്പര്യം ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവൾക്ക് ഇവിടുന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാം, ഞങ്ങൾ പിടിച്ചൊന്നും വെച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും പ്രൊമോയിൽ വരുന്നത് നമ്മുടെ ആര്യൻ വളരെ വിഷമിച്ച് അവിടെ നിൽക്കുകയാണല്ലോ. മിത്ര അവരോടൊക്കെ പൊക്കോളാൻ പറഞ്ഞിട്ട് തിരിച്ച് മുറിയിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. കയറി ചെന്ന പാടെ തന്നെ നമ്മുടെ ആര്യൻ അങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല. മിത്രയെ പറഞ്ഞതെല്ലാം കേട്ടിട്ട് സന്തോഷത്തൊക്കെ കരയായിരുന്നല്ലോ. മിത്രയെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അത് മിത്രയ്ക്ക് വല്ലാത്തൊരു അനുഭൂതി ആവണുണ്ട് കേട്ടോ. ഇത്ര സ്വാതന്ത്ര്യത്തോടെ ആദ്യമായിട്ടായിരിക്കും മിത്രയെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത് ആര്യൻ. എന്നിട്ട് മിത്ര ചോദിക്കുന്നുണ്ട്, എന്താ ആര്യ ഞാൻ തിരിച്ച് പോകുന്ന ആര്യം വിചാരിച്ചോ എന്ന് ചോദിക്കുക കേട്ടോ. എന്നാലും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കളഞ്ഞല്ലോ. എന്തായാലും ജീവിതകാലം മുഴുവനും നീ എന്നെ സഹിച്ചേ പറ്റത്തുള്ളൂ, ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, എൻ്റെ സ്വപ്നങ്ങൾ ചിറകടിച്ച് എനിക്ക് പറക്കണം, അതിന് നീ എന്നെ സഹായിക്കണമെന്നൊക്കെ ഇങ്ങനെ ആര്യനോട് പറയാം കേട്ടോ. അങ്ങനെ ആര്യന് മിത്രയോടുള്ള സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. അപ്പം നമ്മുടെ ഗോമതിക്ക് ഭയങ്കര വിഷമം കേട്ടോ. ഗോമതി ആണെങ്കിലും ബാലനോടും എല്ലാവരോടും പറയുന്നുണ്ട്, അതെ ഈ അലോക് ഇങ്ങനെ ജയിലിൽ പോവേണ്ട ഒരു ഗതികേട് വന്നു പോയാൽ കൃഷ്ണമംഗലത്തുള്ള അച്ചുവേട്ടനൊന്നും അടങ്ങിയിരിക്കത്തില്ല, പ്രശ്നം ഉണ്ടാക്കും. അതുമാത്രമല്ല അവർക്ക് സഹിക്കാനാവില്ല. പിന്നെ എൻ്റെ അമ്മ വളർത്തിയ കൊച്ചാണല്ലോ ഈ ഒരു അലോക്, അമ്മയ്ക്കത് താങ്ങാനാവില്ല. പിന്നെ അലോക് ജയിലിൽ പോയി കഴിഞ്ഞാൽ അമ്മ മിക്കവാറും നെഞ്ചു പൊട്ടി മരിക്കും. നമ്മുടെ അനുമോള് കാരണം എൻ്റെ അമ്മയുടെ ജീവനില്ലാതാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞോട് ഗോമതി കേട്ടോ. എങ്ങനെയെങ്കിലും ഈ കേസ് പിൻവലിക്കണം, അത് തന്നെയാണ് ഗോമതിയുടെ ഉദ്ദേശവും. അതെല്ലാം കഴിഞ്ഞ് കൃഷ്ണമംഗലത്താണെങ്കിലേ അച്യുതൻ ഭയങ്കര കൽപ്പിലാട്ടോ. അവിടെ എല്ലാവരോടും ചാടിക്കൊണ്ട് നിൽക്കുക. മിത്ര തിരിച്ച് വരാത്തതിൻ്റെ ദേഷ്യം ഒന്ന്, പിന്നെ അലോക് ജയിലിലായി പോകുമെന്നുള്ള പേടി. ഇനി അടുത്ത ഹിയറിംഗ് വെച്ചിട്ടുണ്ട് 15-ാം തീയതി. ആ ദിവസം ഉറപ്പായിട്ടും അലോക് തിരിച്ച് വരണം. വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ മുന്നിൽ ഞാൻ പിന്നെ ജീവനോട് ഞാൻ ഇവിടെ കാണില്ല, എൻ്റെ മകൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് ഒറ്റ വാശിയില്ല കേട്ടോ. അപ്പോൾ അനന്തം പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനപ്പെടാ അച്യുത, ചുമ്മാ അനാവശ്യമായിട്ട് ഇങ്ങനെ തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ,
മിത്രയെ ഞാൻ വിളിക്കാഞ്ഞിട്ടല്ലല്ലോ, അവൾ വരാഞ്ഞിട്ടല്ലേ. അവർ സന്തോഷത്തോടു കൂടിയാണ് അവിടെ ജീവിക്കുന്നത്. ആര് പറഞ്ഞേട്ടാ? ഒന്നുമല്ല, അവരവിടെ സന്തോഷത്തോടെ ഒന്നുമല്ല ജീവിക്കുന്നത്. ഇതിപ്പോൾ മനഃപൂർവ്വം നമ്മൾ അപമാനിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ അച്യുതൻ എരികേറ്റി കൊടുക്കുക കേട്ടോ. അനന്തരം നന്ദിനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സ്വന്തം മകളെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ അവർക്കും സഹിക്കാനാവില്ലല്ലോ. പക്ഷേ അച്യുതൻ ഒപ്പം നിന്നും കൊണ്ട് രാജശ്രീയും പറയാട്ടോ, എൻ്റെ മോൻ തിരിച്ച് വരണം, ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും കാണിച്ചു കൊടുക്കും, ദേവമംഗലം ഞാൻ ചുട്ടരിക്കും എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര വാശിയില്ലട്ടോ. പ്രമോയിലൊക്കെ വരുന്നത്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്